ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മോൾ ആരെ ഇഷ്ടപ്പെടുന്നോ ആ ആളിന്റെ കൂടെ തന്നെ ജീവിക്കും. ഈ ആന്റി മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനോട് ജീവിക്കാൻ ഞാൻ മാത്രം ആഗ്രഹിച്ച പോരല്ലോ ആന്റി. ഋതിക മേഡവും ദീപക്കുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചോ? ഇത് നീ എങ്ങനെ അറിഞ്ഞു? അപ്പൊ കേട്ടത് സത്യമാണല്ലേ? രാജുവേട്ടനും ഋതിക മേഡവും പറഞ്ഞ പ്രതീക്ഷകളൊന്നും ഇനി എന്റെ ജീവിതത്തില് വേണ്ട അല്ലേ? നീ ഇതെന്തൊക്കെയാ പറയുന്ന? ഇനി പറയാൻ ഇതിൽ കൂടുതൽ ഒന്നുമില്ല രാജുവേട്ട. എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി. എന്റെ മരണത്തിന് ഉത്തരവാദി അവനായിരിക്കും, ദീപക്. ഞാൻ പറയുന്നത് കേക്ക്. ഇവനിതെങ്ങോട്ട് അല്ല തീ പിടിച്ച പോലെ. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. ഇതൊന്നും പോരാ. ഋതികയുമായുള്ള എന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ. അവിടെ നരകം എന്താണെന്ന് ഞാൻ അറിയിക്കും. ദിവ്യ, അന്നത്തെ പോലെ അബദ്ധമൊന്നും കാണിക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും രാജുവേട്ട? ദീപക് സാറ് ഋതിക മാഡത്തിനെ വിവാഹം കഴിച്ച പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്റെ കുഞ്ഞിന് അറിവ് വെച്ച് വരുമ്പോ അവന്റെ അച്ഛൻ ആരാണെന്ന് അവൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും? മറ്റുള്ളവരുടെ മുന്നില് ഒരു പാപിയായി മരണം വരെ ഞാൻ ജീവിക്കേണ്ടി വരില്ലേ? തെറ്റ് ചെയ്യാത്തവരാരാ ഉള്ളത് ദിവ്യേ? അപ്പൊ അവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ ഈ ലോകത്ത് ആരെങ്കിലും അവശേഷിക്കോ? ദിവ്യക്ക് പറ്റിയൊരു തെറ്റിന് ആത്മഹത്യയല്ല പരിഹാരം. നമ്മൾ ഫൈറ്റ് ചെയ്യണം ദിവ്യേ. നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മളെ ദ്രോഹിച്ചവരുടെ മുമ്പില് അന്തസ്സോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഉപദേശിക്കാൻ കൊള്ളാം രാജുവേട്ട. നമുക്കൊരു ദുരനുഭവം വരുമ്പോഴേ അതിന്റെ വേദന എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒടുവില് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. പിഴച്ചു പറ്റോളെന്ന കുറ്റപ്പെടുത്തലും കേട്ട് എത്ര നാള് മുമ്പോട്ട് പോകാൻ പറ്റും? ആണുങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ദിവ്യ, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. എന്നാ ഞാനൊന്ന് ചോദിച്ചോട്ടെ, രാജുവേട്ടന് ഋതിക മാഡത്തിനെ വിവാഹം കഴിച്ചാൽ എന്താ? ദിവ്യ, അത് ദിവ്യക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അത് തികച്ചും എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ലത്. ഞാനിപ്പോ വന്നത് ദിവ്യ എടുത്തു ചാടി അബദ്ധം ഒന്നും കാണിക്കരുത് എന്ന് പറയാനാ. ഇനി ഞാൻ എന്ത് പ്രതീക്ഷയിലാ ജീവിക്കേണ്ടത്? ദിവ്യ, നീ ഇപ്പൊ ഒരു അമ്മയാണ്. നീ പ്രസവിച്ച കുഞ്ഞിനെ വളർത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വ. നിന്റെ പ്രതീക്ഷയും ലക്ഷ്യവും ഒക്കെ അതായിരിക്കണം. ദയവ് ചെയ്ത് നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഇല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ആ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാ മതി. പിന്നെ നീ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. ഹലോ മോളെ, ഇത് മീരാന്റിയാ. ആ ആന്റി പറയൂ. മോളിപ്പോ വിഷമിച്ചിരിക്കുകയാണെന്ന് ആന്റിക്ക് അറിയാം. അതാ ആന്റി വിളിച്ചത്. മോള് വിഷമിക്കണ്ട. ദീപക്കുമായിട്ടുള്ള മോളുടെ വിവാഹം നടക്കില്ല. അതിനുള്ള വഴി ഈ ആന്റി കണ്ടെത്തും. മോൾ ആരെ ഇഷ്ടപ്പെടുന്നോ ആ ആളിന്റെ കൂടെ തന്നെ ജീവിക്കും. ഈ ആന്റി മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനോട് ജീവിക്കാൻ ഞാൻ മാത്രം ആഗ്രഹിച്ച പോരല്ലോ ആന്റി. ആ ആളുകൂടി ആഗ്രഹിക്കണ്ടേ? ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ആളുടെ മനസ്സ് മാത്രം മാറുന്നില്ല. എന്റെ വിധി. എല്ലാം ശരിയാകും മോളെ. മോള് സങ്കടപ്പെടണ്ട. ആന്റി അല്ലേ പറയുന്ന. മോൾക്ക് മീരാന്റിയെ വിശ്വസിക്കാം. ശരി മോളെ, ആന്റി വിളിച്ചോളാം.
ശരി ആന്റി. ആന്റി വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഞാൻ പോവാ. രാജുവേട്ട, സങ്കടവും വിഷമവും കൊണ്ട് ചോദിക്കുക, ദീപക് സാറും ഋതിക മാഡവും തമ്മിലുള്ള വിവാഹം നടക്കൂ? എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ലല്ലോ ദിവ്യെ. ചിലതൊക്കെ വിധി പോലെ നടക്കൂ. ദൈവനിശ്ചയം, അത് നമുക്ക് തടുക്കാൻ കഴിയില്ല. നീ ഇപ്പോ നിന്റെ കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിക്ക. അതിനെ വളർത്തി വലുതാക്ക. സമൂഹത്തില് നീയും കുഞ്ഞും അന്തസ്സോടെ ജീവിക്കണം. അതായിരിക്കണം ഇനി നിന്റെ ലക്ഷ്യം. മറ്റൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി നീ ഓർത്തിരിക്കുക, നല്ലവരെയൊന്നും ദൈവം ഒരിക്കലും കൈവിടില്ല. ശരി. അടുത്ത കോളുമായി വന്നു രുക്മിണി. ഇനി അവര് വിടില്ല. ആ പെണ്ണ് രുക്മിണിയെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കും. അവസാനം രാജുവിനെ കൊണ്ട് രമ്യ പോവും. നമ്മൾ എന്ത് പറയാനാ വേണുവേട്ടാ? ഞാൻ പറഞ്ഞതുപോലെ വിധി എന്ന് കരുതി സമാധാനിക്കാം. പിന്നെ ഇതല്ലേ വിധി. തങ്കം പോലെ മനസ്സുള്ള ഒരു പെങ്കൊച്ചു വന്ന് കയറിയ വീടാ. ഇങ്ങോട്ടേക്ക് ഇനി വരാൻ പോണത് രമ്യയെ പോലെ ഒരു താടകയാണെന്ന് വിചാരിക്കുമ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്നാലും എന്റെ ദൈവമേ, എന്റെ മകന് നീ ഇങ്ങനെ ഒരു തിരിഞ്ഞ ബുദ്ധിയാണല്ലോ കൊടുത്തത്. അല്ലെങ്കിലും ചെറുപ്പം തൊട്ടേ അവൻ അങ്ങനെയാ. പാവാണെങ്കിലും ഒരൊറ്റ ബുദ്ധിക്കാരനാ. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച അതിൽ പിന്നെ ഒരു മാറ്റമില്ല. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൻ കേൾക്കൂലെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും നിങ്ങൾ ചെറുപ്പം മുതലേ ഗുണദോഷിച്ച് പഠിപ്പിച്ച പാഠങ്ങളാ അവന്റെ മനസ്സിൽ കിടക്കുന്നത്. വർമ്മ സാറിനെ ദൈവത്തിനെ പോലെ കാണണമെന്ന് നിങ്ങൾ തന്നെയല്ലേ അവനെ പഠിപ്പിച്ചത്? അതാ രാജുവിന്റെ മനസ്സില് ഋതിക മോളോട് അങ്ങനൊരു സ്ഥാനം ഉണ്ടാവാനുള്ള കാരണം. അവൻ നല്ല ആളാകാൻ വേണ്ടിയല്ലേ രാധേ ഞാനങ്ങനെയൊക്കെ. ഇതിപ്പോ വർമ്മ സാറിന് സമ്മതമായിട്ട് പോലും വർമ്മ സാറിന്റെ മകളെ സ്വീകരിക്കാൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെന്ത് ചെയ്യാനാ?